നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. റോഡരികിലെ കാനയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിആർപുരം റബ്ബർ എസ്റ്റേറ്റിന് സമീപം ചിറമേൽ വീട്ടിൽ 57 വയസ്സുള്ള ജെയിംസിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. നെടുമ്പാശ്ശേരി പുലിക്കുന്നത്ത് വീട്ടിൽ സിദ്ദിഖിന്റെ മകൻ 28 വയസ്സുള്ള അനസിനാണ് പരിക്കേറ്റത്. തുമ്പൂർമുഴിയിൽ മെമ്മറി ലൈനിന്റെ വാർഷിക കലാ ക്യാമ്പിന് തുടക്കമായി. ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ KM മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. റോഡരികിലെ കാനയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിആർപുരം റബ്ബർ എസ്റ്റേറ്റിന് സമീപം ചിറമേൽ വീട്ടിൽ 57 വയസ്സുള്ള ജെയിംസിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ശനിയാഴ്ച രാവിലെയാണ് മൃതദേഹം കണ്ടത്. സഹോദരി വാടകയ്ക്ക് താമസിക്കുന്ന വീടിന് മുന്നിലെ കാനയിൽ തലകുത്തി വീണ നിലയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. വീട്ടിലേക്ക് കയറുന്നതിനിടെ കാൽ തെറ്റി കാനയിലേക്ക് വീണതാകാമെന്നാണ് നിഗമനം. ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് യുവാവിന് പരിക്കേറ്റു. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്നും വീണ് നെടുമ്പാശ്ശേരി പുലിക്കുന്നത്ത് വീട്ടിൽ സിദ്ദിഖിന്റെ മകൻ 28 വയസ്സുള്ള അനസിനാണ് പരിക്കേറ്റത്. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ അനസിനെ ചാലക്കുടി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇന്ന് രാവിലെ 7:40 എറണാകുളത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോകുന്ന കണ്ണൂർ എക്സ്പ്രസിൽ നിന്നുമാണ് അനസ് വീണത്. ഇയാൾ ആലുവയിൽ നിന്നും കണ്ണൂരിലെ സഹോദരി ഭർത്താവിന്റെ അടുത്തേക്ക് പോകുകയായിരുന്നു. തുമ്പൂർമുഴിയുടെ പ്രകൃതി സുന്ദരമായ അന്തരീക്ഷത്തിൽ മെമ്മറി ലൈനിന്റെ വാർഷിക കലാ ക്യാമ്പിന് തുടക്കമായി. തൃശൂർ ഗവൺമെന്റ് ഫൈൻ ആർട്സ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയായ മെമ്മറി ലൈനിലെ അംഗങ്ങളായ 40ഓളം കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്തു. തുമ്പൂർമുഴി ഉദ്യാന പരിസരത്തെ പ്രകൃതി ദൃശ്യങ്ങളും സമകാലിക പ്രശ്നങ്ങൾക്കും കലാകാരന്മാർ ദൃശ്യാവിഷ്കാരം നൽകി. തുമ്പൂർമുഴി ഗാർഡനിൽ നടന്ന ചടങ്ങ് ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ KM മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ചോല ഗാലറി CEO ജോമോൻ ആലൂക്ക, എഴുത്തുകാരൻ MG ബാബു, ആർട്ടിസ്റ്റ് സുരേഷ് മുട്ടത്തി, DMC മാനേജർ CP മുഹമ്മദ് നിഷാദ്, ബീന സന്തോഷ്, റാഫി പ്രജര, മനോജ് മുണ്ടപ്പാട്ട് എന്നിവർ സംസാരിച്ചു. ഇടവേള. വാർത്തകൾ തുടരുന്നു. തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് ഇടവക ദേവാലയത്തിലെ തിരുനാളിനോടനുബന്ധിച്ച് ധ്യാനം ആരംഭിച്ചു. വൈകിട്ട് 5:15 മുതൽ 8:30 വരെ ദേവാലയ അങ്കണത്തിലാണ് ധ്യാനം. ഫാദർ ജോസഫ് പുത്തമ്പുരയ്ക്കലാണ് ധ്യാനം നയിക്കുന്നത്. കർമ്മ മാർഗം 2, ജ്ഞാനമാർഗം 3, ഭക്തിമാർഗം. 3 മാർഗത്തിൽ യേശുവിനെ കണ്ടെത്തണം. 1 കർമ്മമാർഗം. എന്താ കർമ്മമാർഗം? ലോകമെന്ന നാടക സ്റ്റേജിൽ നമുക്ക് ഓരോരുത്തരും ദൈവം ഓരോ ഡ്യൂട്ടി തന്നു. അത് നന്നായിട്ട് നിർവഹിക്കണം. അച്ഛനാണോ അച്ഛൻ്റെ ജോലി ഭംഗിയായി നിറവേറ്റണം. സിസ്റ്റേഴ്സാണോ അവരെ ഏൽപ്പിച്ച ജോലി ഭംഗിയായി നിറവേറ്റണം. കുടുംബജീവിതക്കാരാണോ നിങ്ങളെ ഏൽപ്പിച്ച പണി ഭംഗിയായി നിറവേറ്റണം. അപ്പം ഏൽപ്പിച്ച ജോലി ഭംഗിയായി ചെയ്യുക. ഓട്ടോറിക്ഷ ഓടിക്കുന്ന ഒരു ഓട്ടോറിക്ഷ ഡ്രൈവർ കോട്ടയം പോയി സ്ഥിരം സാക്ഷ്യം പറയാൻ പോകണ്ട. അവൻ്റെ ഓട്ടോറിക്ഷ അന്തസ്സായിട്ട് ഓടിച്ചാൽ മതി. ഒരു കശാപ്പ് കടക്കാരൻ ജെറുസലേം ധ്യാനമന്ദിരം നേടി ഓടല്ലേ, അവിടെ പോയി പ്രേക്ഷകർ വേണ്ട. അവൻ്റെ കശാപ്പ് ഭംഗിയായിട്ട് നടത്തിയാൽ മതി. കല്ലൂർ ചെമ്പിക്കാടത്ത് ഭഗവതി ക്ഷേത്രത്തിൽ മുടിയേറ്റ് താലപ്പൊലി ആഘോഷിച്ചു. ആഘോഷത്തിന്റെ ഭാഗമായി കാഴ്ച, ശീവേലി, മേളം, പഞ്ചവാദ്യം, നിറമാല, ചുറ്റുവിളക്ക്, ദീപക്കാഴ്ച, താലപ്പൊലി, വിളക്കെഴുന്നള്ളിപ്പ്, മുടിയേറ്റ് എന്നിവ നടന്നു.
കൊടുങ്ങല്ലൂർ ശ്രീകാവിൽകുളങ്ങര ഗോശാല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം തുടരുകയാണ്. 5-ാം ദിവസം രുക്മിണി സ്വയംവര ചടങ്ങ്, ദീപാരാധന എന്നിവ നടന്നു. ബ്രഹ്മശ്രീ മൊളേരി രഞ്ജിത്ത് നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ. സപ്താഹയജ്ഞം ഞായറാഴ്ച സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. റോഡരികിലെ കാനയിൽ മധ്യവയസ്കനെ മരിച്ച നിലയിൽ കണ്ടെത്തി. വിആർപുരം റബ്ബർ എസ്റ്റേറ്റിന് സമീപം ചിറമേൽ വീട്ടിൽ 57 വയസ്സുള്ള ജെയിംസിനെയാണ് മരിച്ച നിലയിൽ കണ്ടത്. ചാലക്കുടി റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോമിലേക്ക് ഓടുന്ന ട്രെയിനിൽ നിന്ന് വീണ് യുവാവിന് പരിക്കേറ്റു. നെടുമ്പാശ്ശേരി പുലിക്കുന്നത്ത് വീട്ടിൽ സിദ്ദിഖിന്റെ മകൻ 28 വയസ്സുള്ള അനസിനാണ് പരിക്കേറ്റത്. തുമ്പൂർമൊഴിയിൽ മെമ്മറി ലൈനിന്റെ വാർഷിക കലാ ക്യാമ്പിന് തുടക്കമായി. ചിത്രകാരനും ചലച്ചിത്ര സംവിധായകനുമായ KM മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ന്യൂസ് സ്ട്രീം സമാപിച്ചു. നമസ്കാരം.